പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹെയർസിനെ കുറിച്ചാണ്. നമുക്കറിയാം, നവംബർ 4 തീയതിയാണ് പ്രതാപന് PMLA കോടതി ജാമ്യം അനുവദിച്ചത്. അതിൽ പറഞ്ഞിരുന്ന മുഖ്യമായ കാരണം എന്ന് പറയുന്നത് സെറ്റിൽമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രതാപൻ്റെ ആവശ്യമുണ്ട്. സെറ്റിൽമെൻറ്റ് ചർച്ചകൾ പൂർത്തിയാക്കാൻ കമ്പനിയുടെ MD ആയ പ്രതാപൻ്റെ സാന്നിധ്യം ആവശ്യമാണ് എന്ന കാര്യമാണ് വക്കീലന്മാർ കോടതിയെ ബോധിപ്പിച്ചിരുന്നത്. പ്രതാപൻ എന്നാൽ ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. ചില കേസുകളിൽ ജാമ്യത്തിന് അപേക്ഷിക്കേണ്ട എന്ന രീതിയിലും പ്രതാപൻ പറഞ്ഞതായി പുറത്തുവരുന്ന വിവരങ്ങൾ ഉണ്ട്. ചില കേസുകളിൽ പ്രതാപന് ജാമ്യം ലഭിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോഴും ഇതിനു മുന്നത്തെ നടന്ന തട്ടിപ്പിൽ 2 വർഷത്തെ ശിക്ഷ അനുഭവിച്ച് പ്രതാപൻ ജയിലിൽ തന്നെ തുടരുകയാണ്. പ്രതാപൻ പുറത്തു വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും പണം കിട്ടുമോ എന്നാണ് ചിലരെങ്കിലും ചോദിക്കുന്നത്. പ്രതാപൻ പുറത്തുണ്ടായിരുന്ന സമയത്ത് പണം വേണമെന്ന് പറഞ്ഞ് പ്രതാപനെ ചെന്ന് കണ്ടവരോട് പ്രതാപൻ പറഞ്ഞത് എൻ്റെ കയ്യിൽ പണമില്ല എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെ 1 വർഷത്തിന് ശേഷം പ്രതാപന് പണം ഒന്നും പുതുതായി കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും വ്യക്തമാണ്. എന്നാൽ ഇപ്പോൾ ആളുകൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് ഈ കമ്പനി പേപ്പർ സ്യൂട്ട് ഫയൽ ചെയ്യുമോ എന്നുള്ള കാര്യമാണ്. സ്വന്തമായി നിൽക്കുന്ന തൻ്റെ ഭാര്യയും മക്കളും നിൽക്കുന്ന വീട് പോലും മറ്റുള്ളവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് പ്രതാപൻ. നിങ്ങളാരും ഇത് അറിഞ്ഞു കാണില്ല. പ്രതാപൻ ഇപ്പോൾ താമസിക്കുന്ന വീട് മറ്റൊരാളുടെ പേരിലാണ്. ബഡ്സ് നിയമത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള പ്രതാപൻ യാതൊരുവിധ ആസ്തികളും ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. 3000-ന് മേലെ ടേൺ ഓവർ ഉണ്ടായിരുന്ന കമ്പനിക്ക് സ്വന്തമായി കെട്ടിടങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. വാങ്ങിക്കൂട്ടിയ വാഹനങ്ങളുടെ ലോൺ പോലും അടച്ചു തീർത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യവും നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് തന്നെ ആർക്കും തന്നെ പണം ലഭിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ആകെയുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ക്ലെയിം ആർക്കൊക്കെയാണ് പണം കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കളക്ടർ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷെങ്കിൽ ആ സമയത്തും കമ്പനിയുടെയും സൊസൈറ്റിയുടെയും ആൾക്കാർ പറയുന്നത് കേട്ട് നിവേദനം കൊടുക്കാനാണ് ജനങ്ങൾ തുനിഞ്ഞിരുന്നത്. ഞങ്ങൾക്ക് കമ്പനിയാണ് വേണ്ടത്, പൂളിംഗമാണ് ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് അവരൊക്കെ നിവേദനമാണ് കൊടുത്തിരുന്നത്. അവരൊക്കെ തന്നെ ക്ലെയിം ലിസ്റ്റിൽ നിന്ന് പുറത്താണ്. അതുകൊണ്ട് തന്നെ അവർക്കൊന്നും പണം ലഭിക്കാൻ നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു ലിസ്റ്റിൽ പോലും അവർ ഒന്നും ഇടം പിടിച്ചിട്ടില്ല എന്നുള്ളതും വാസ്തവമാണ്. ഈ കമ്പനി കേസ് അവസാനിപ്പിക്കുകയോ മെറിറ്റിൽ വാദിച്ച് തോൽക്കുകയോ ചെയ്താൽ അടുത്ത നടപടി എന്നോണം പണം വിതരണം ചെയ്യാൻ സർക്കാരിന് സാധിക്കും. അതിൻ്റെ ആദ്യപടിയാണ് പണം കോമ്പറ്റൻ്റ് അതോറിറ്റിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നതും ക്ലെയിം പെറ്റീഷൻ്റെ അപേക്ഷ സ്വീകരിച്ചതും.